മനുജ, പാകിസ്ഥാനിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുത്തിരിക്കുകയാണ്. നേരത്തെ ബലൂച്ച് ആർമി ആയിരുന്നു അവിടുത്തെ പ്രധാന തലവേദന. അതായത് ഷഹബാസ് ഷെരീഫിന്റെയും അതിൽ തന്നെ മിലിറ്ററി ചീഫ് അസീം മുനീറിന്റെ ഒക്കെ തലവേദന ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അവിടുത്തെ മറ്റൊരു പ്രധാന പോരാളികളായി വരുന്നത് സിന്ധ് പ്രവിശ്യയിലെ ആളുകളാണ്. പ്രധാനമായും സിന്ധു നദീജലത്തിൽ കരാർ നിർത്തലാക്കിയതോടെ അവിടെ വെള്ളം കിട്ടാതെ ആവുന്ന ഒരു അവസ്ഥ വന്നു. അപ്പോൾ അവിടെ സ്വാഭാവികം ഉണ്ടായിരുന്ന സിന്ധു നദിയിൽ അപ്പോൾ അവിടെ ആ ഒരു നദിയിൽ നിന്നാണ് അവരുടെ ആശ്രയിച്ചിരുന്നത്. ഈ ഒരു പ്രശ്നം പഞ്ചാബിലെ കർഷകരൊക്കെ വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കി സർക്കാരിനെതിരെ രംഗത്തിറങ്ങിയതോടെ ഇപ്പം സർക്കാരിന്റെ നിലനിൽപ്പിന് വേണ്ടി ആ സിന്ധു നദിയിലെ വെള്ളം പഞ്ചാബിലേക്ക് ഒഴുക്കി വിടാൻ കനാൽ നിർമ്മിക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും സിന്ധ് പ്രവിശ്യയിലുള്ള, അതായത് നൌഷാരോ ഫെറോസ് എന്ന് പറയുന്ന സ്ഥലത്തിലുള്ള അവിടെയുള്ള ആളുകളെല്ലാം തന്നെ ശക്തമായി എതിർത്ത് രംഗത്ത് വരുന്നു. അവിടെ വലിയ കലാപം ഉണ്ടാകുന്നു. അതായത് നമ്മൾ വടിയൊക്കെ ഏന്തിയാണ് സാധാരണ ആളുകൾ വന്നിരുന്നെങ്കിൽ പോലീസ് നേരിട്ടത് തോക്കുകൾ കൊണ്ടാണ്. ആ തോക്ക് ആകാശത്ത് ആദ്യം വെടിവെച്ചു, പിന്നെ നേരിട്ടുള്ളൊരു വെടിവെപ്പിൽ 2 പേരാണ് മരണപ്പെട്ടത്. ഇതോടെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമായി. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സഖ്യകക്ഷിയായ PPP, പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയിലെ ആളുകളാണ് ഇപ്പോൾ സിന്ധ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷഹബാസ് ഷെരീഫിനോടുള്ള നേരിട്ടുള്ള യുദ്ധം എന്ന രീതിയിൽ അത് മാറിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ബലൂച്ച് ആർമിയെ പോലെ തന്നെ അവർക്ക് അവിടെ നിന്ന് രക്ഷ തേടണം എന്നുള്ള നിലയിലേക്ക് വന്നിട്ടുണ്ട്. ആകപ്പാടെ മൊത്തം അവിടെ നമ്മൾ ഈ വാർത്ത കാണുന്നില്ലെങ്കിൽ പോലും പാകിസ്ഥാനിൽ ഭയങ്കരമായിട്ടൊരു പ്രശ്നമുണ്ടായി. കലാപ രീതിയാണ് വരുന്നത്. അപ്പം പാകിസ്ഥാനിൽ നിന്ന് അവർക്ക് മോചനം വേണമെന്നുള്ള ആവശ്യവും വരുന്നുണ്ട്. ഈ തരത്തിൽ പാകിസ്ഥാൻ തന്നെ സ്വയമേ അടിച്ച് പിരിയുന്ന അവസ്ഥയിലേക്ക്, നേരത്തെ പറയാം ബലൂച്ച് 40% വരുന്ന ബലൂച്ചുകൾ എന്തായാലും സ്വതന്ത്രമായി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെയാണ് ഓരോ പ്രവിശ്യകളായിട്ട് അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾ ഉന്നയിച്ച് അവരുടെ സ്വാതന്ത്ര്യം തേടി പോവുകയാണ്. പാകിസ്ഥാൻ ഇല്ലാതെയാവുകയാണോ എന്നൊരു സംശയമാണ് ഈ ഒരു ഘട്ടത്തിൽ വരുന്നത്. ഞാനൊരു മതവിശ്വാസിയല്ല, വിശ്വാസിക്ക് ആണെന്ന ഒരാൾ ഇതൊക്കെ പഹൽഗാമിന്റെ പകരമായി ദൈവം കൊടുത്തതാണ് എന്ന് ചിലപ്പം പറയുമായിരിക്കും. ഓക്കെ, കാവ്യാത്മകമായ കാര്യങ്ങൾ അപ്പാർട്ട് ഫ്രം ദാറ്റ്, പാകിസ്ഥാന് ഒരു പ്രധാന പ്രശ്നം, പാകിസ്ഥാൻ എന്ന രാഷ്ട്രം നിലനിൽക്കുന്നത് അത് സൈനികർക്ക് അവരുടെ കുത്തഴിഞ്ഞ ഭരണം നടപ്പിലാക്കാനും അവരുടെ ആളുകളെ നോക്കാനും സ്വജനപക്ഷപാതം നടപ്പിലാക്കാനും വേണ്ടി മാത്രമാണ് പാകിസ്ഥാൻ. അത് രൂപീകരണ കാലഘട്ടം മുതൽ അങ്ങനെ തന്നെയാണ്. അവിടെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമോ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതോ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതോ ഒന്നും തന്നെ അവിടെ ഇല്ല. അവിടെ ഉണ്ടായിരുന്നത് എങ്ങനെയൊക്കെയോ കൊളോണിയലിസത്തിൻ്റെ ഭാഗമായി ഉണ്ടായി വന്നതിൻ്റെ കുറച്ച് എക്സ്റ്റൻഷൻ എന്നതിനേക്കാൾ ഉപരിയായി ഒരു ആധുനിക രാഷ്ട്രമേ അല്ല പാകിസ്ഥാൻ. പാകിസ്ഥാൻ നമുക്കറിയാം 4 പ്രധാന പ്രവിശ്യകളാണ്: പഞ്ചാബ്, സിന്ധ്, ഖൈബർ, പിന്നെ ബലൂചിസ്ഥാൻ. ഈ പ്രധാന പ്രവിശ്യകളിലെല്ലാം പ്രശ്നം ഇതിങ്ങനെ മറ്റേ നമ്മൾ ചോറുംപശ വെച്ച് പേപ്പർ ഒട്ടിക്കുന്ന പോലെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പല പ്രവിശ്യകളിലും പല രീതികളാണ്. പല ഭൂമിശാസ്ത്രപരമായി തന്നെ ഭയങ്കര വ്യത്യാസമാണ് ഈ പ്രവിശ്യകളെല്ലാം തന്നെ തമ്മിൽ. അപ്പോൾ അടിസ്ഥാനപരമായി ജനങ്ങൾക്ക് പാക് മിലിറ്ററിയോടുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി. അവർക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല, അവർക്ക് മികച്ച തൊഴിൽ സാഹചര്യങ്ങളില്ല, വിദ്യാഭ്യാസ മേഖലയിൽ പരിവർത്തനങ്ങൾ ഉണ്ടാവുന്നില്ല, അവർക്ക് സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങളില്ല, മികച്ച രീതിയിലുള്ള മാനവിക വികസന സൂചികകളൊന്നും തന്നെ പാകിസ്ഥാനിൽ മുട്ടി നിൽക്കുന്നില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ പാകിസ്ഥാൻ ജനത ഈ പാക് ആർമിയോട് സപ്പോർട്ട് ഇല്ലാത്ത വരുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിനെതിരെയാണ് ജനങ്ങൾ എന്ന രീതി തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതിനെ അവർ അടിച്ചമർത്തുന്നത് ശരത്ത് പറഞ്ഞതുപോലെ വടിയെടുത്ത് തല്ലി ഓടിക്കേണ്ടതിന് പകരം ഇനിയിപ്പോൾ ഒരു പ്രക്ഷോഭം ഉണ്ടായാൽ അവരുടെ തോക്കുകൾ എടുക്കുക എന്നൊരു രീതിയാണ് ഇവിടെ പണ്ട് മുതലേ ഉള്ളത്. ബലൂചികൾ മടുത്തു. കാര്യം അവർ പിഴിഞ്ഞെടുക്കുന്നു, എന്നാൽ അവർക്കൊന്നും കിട്ടുന്നില്ല. ചൈനയ്ക്ക് തീരെഴുതി കൊടുക്കുന്നു. അതുകൊണ്ട് ബലൂചികൾ അവർക്ക് പറ്റുന്ന രീതിയിൽ ചാകാൻ എന്തായാലും ചാകുമെന്ന് ഉറപ്പുള്ളവന് പിന്നെ എപ്പം ചാകും എന്നറിയത് വലിയ വിഷയമൊന്നുമില്ല എന്നൊരവസ്ഥ വരും. അതുപോലെയാണ് അവർ ഇറങ്ങി പുറപ്പെട്ടത്. അതുകൊണ്ടാണ് ബലൂജിൽ ഇപ്പോൾ ഇപ്രാവശ്യം തന്നെ 80 മുതൽ 90% വരുന്ന ബലൂജി പ്രവിശ്യ പൂർണ്ണമായ അർത്ഥത്തിൽ പാക് ആർമിയുടെ കയ്യിൽ നിന്ന് മാറിയിരിക്കുന്നു. അത് ഇന്ത്യയോടുകൂടി ചേർന്ന് വായിക്കുന്നു. സിന്ധ് പ്രവിശ്യയിലേക്ക് വരുന്ന സമയത്ത് സിന്ധ് പ്രവിശ്യയിലും ഇതേ സമാനമായ സാഹചര്യങ്ങളാണ്. ഈ സിന്ധ് പ്രവിശ്യയിലും മുൻപ് പഷ്തൂണുകൾ, അതായത് പഷ്തൂൺ വിഭാഗമാണ് ഈ പഞ്ചാബികളെക്കാൾ പിന്നീടുള്ള ഏറ്റവും ഭൂരിപക്ഷമുള്ള ജനവിഭാഗങ്ങൾ. ഈ സിന്ധ് പ്രവിശ്യയിലെല്ലാം തന്നെ നേരത്തെ മുതൽ തന്നെ ഞങ്ങളെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രമായി അംഗീകരിക്കണം എന്ന് പറയുന്ന വലിയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2020-21 കാലഘട്ടങ്ങളിലൊക്കെ മോദിയുടെ ഫ്ലെക്സുകൾ ഉയർത്തിക്കൊണ്ട് ഞങ്ങളെ സ്വന്തം രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യമുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പശ വെച്ച് ഒട്ടിച്ച് വെച്ചേക്കുന്ന പോലെ ഈ പ്രവിശ്യകൾ, ഈ നാട്ടുരാജ്യങ്ങളെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം അത് നിലനിന്ന് പോവില്ല. അതിനെ എല്ലാവരെയും കൂടെ മേർജ് ചെയ്യുന്ന തരത്തിൽ, കാര്യം ഓരോ പ്രദേശങ്ങൾക്ക് വ്യത്യസ്ത സ്വഭാവങ്ങളായിരിക്കും. വ്യത്യസ്ത സ്വഭാവങ്ങളെ അഡ്രസ്സ് ചെയ്ത് ആ ഐഡന്റിറ്റിയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്ര വികസനം സാധ്യമാക്കിയാൽ മാത്രമാണ് മുന്നോട്ട് പോവുക. അതുകൊണ്ട് ഇതിപ്പോൾ ഇതൊരു പ്രശ്നമായി വരുന്നു. പാകിസ്ഥാനിൻ്റെ തലവേദനയാണോ എന്ന് ചോദിച്ചാലല്ല,
അവർ കുറെ പോലീസുകാരെ ഇറക്കും, പട്ടാളക്കാരെ ഇറക്കും, അടിച്ചമർത്തും, കൊല്ലും അല്ല, എന്നതിനകത്ത് ഇതിനകത്ത് നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കേണ്ടത്, ഇന്ത്യയുടെ ഒരു സ്ട്രൈക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇന്ത്യ കാണിച്ച ഒരു എന്താ പറയുക മനുഷ്യത്വരഹിതമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പാകിസ്ഥാൻ ഒന്നും ആലോചിക്കുക, സിന്ധു നദീജല കരാറ് മരവിപ്പിക്കുന്നു. അത് പാകിസ്ഥാനിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കി എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. വെള്ളം വെള്ളം പോയത്. പക്ഷെ ഇപ്പൊ ഒന്ന് ആലോചിക്കുക, പാകിസ്ഥാൻ തന്നെ തല്ലി പിരിയുന്ന അവസ്ഥ. അവിടുത്തെ ജനങ്ങൾ, അതായത് വെള്ളം കിട്ടാതെ തുടർന്ന് ആരും ഇന്ത്യൻ മോദി സർക്കാരിനെ അല്ല പ്രഖ്യാപിക്കുന്നത്. അവിടെ നേരെ തിരിയുന്നത് ഷഹബാസ് ഷെരീഫിനും അതേപോലെ തന്നെ അവിടുത്തെ ആർമിക്കും എതിരെയാണ് ആളുകൾ കമ്പും വടിയുമായിട്ട് വരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അവിടെ ഒരു സ്ട്രൈക്ക്. ഇപ്പൊ നേരത്തെ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ട് മുൻപ് ഇന്ത്യ കൊടുത്ത ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്നുള്ള രീതിയിൽ നമുക്കിതിനെ വ്യക്തമായിട്ട് പറയാം. അപ്പം ഇന്ത്യ എടുത്ത ഒരു തീരുമാനം എത്രമാത്രം ശരിയാണെന്ന് ഇപ്പോൾ തെളിയുന്നു. മാത്രമല്ല അവിടുത്തെ പ്രശ്നങ്ങൾ എന്തായാലും ഇത് പരിഹരിക്കാൻ പോകുന്നില്ല. ഇത് നാൾക്ക് നാൾ കഴിയും തോറും കൂടി വരുമേ ഉള്ളൂ. അതായത് ഇപ്പോൾ ചെറിയൊരു ഇമ്പാക്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വെള്ളത്തിന്റെ ഇപ്പോൾ വെള്ളം നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന വെള്ളം ഇപ്പോഴും ഉണ്ടെന്ന് പറയാം. ഇനി ഇത് പൂർണ്ണമായിട്ടും ഇത് ഒരു സമയം കഴിഞ്ഞെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും നിലയ്ക്കുകയാണെങ്കിൽ ആളുകൾ എന്തായാലും ഇറങ്ങും. ഈ കമ്പും വടിയും എടുത്ത് വന്നവർ ഇനി അത് മാറ്റി ബലൂച്ചികളെ പോലെ തോക്കെടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും. കാരണം അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയാണ്, അവർക്ക് അന്നുള്ള ഭക്ഷണത്തിന് വേണ്ടിയാണ്, വെള്ളത്തിന് വേണ്ടിയാണ്. അപ്പോൾ അവർ സർക്കാരിനെതിരെ തിരിയണമെങ്കിൽ അവർക്ക് ശക്തരായേ പറ്റൂ. അങ്ങനെ ആവുമ്പോൾ അവർ ഈ കമ്പുകൾ മാറ്റി തോക്കുകൾ പണി ഇറങ്ങും. ഇതുപോലെ തന്നെ നമ്മൾ കണ്ട പൊട്ടിത്തെറികൾ ഉണ്ടാവും. അത് ഇന്ത്യയുടെ നയതന്ത്രപരമായ സ്ട്രൈക്കാണോ എന്ന തരത്തിലുള്ള ചർച്ചകളും വരുന്നുണ്ട്. ഇപ്പൊ ബലൂജ് ആർമിയെ പിന്താങ്ങുന്നത് ഇന്ത്യയാണെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ. അപ്പം ഇന്ത്യയുടെ ഒരു സ്ട്രൈക്കാണ്, ആ രീതിയിൽ ഇടപെട്ടോ എന്ന കാര്യത്തിനേക്കാൾ ഉറപ്പില്ല. പക്ഷെ വെള്ളം കൊടുക്കാത്തതിന്റെ പേരിൽ ആരും മോദിയെ കുറ്റപ്പെടുത്തിയില്ല എന്നിടത്ത് സത്യത്തിലൊരു മോദിയോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയാണ് ശരിയെന്ന് ആ നാട്ടിലെ ജനങ്ങൾ അടിസ്ഥാനപരമായി നമ്മളെല്ലാം സഹോദരങ്ങളാണല്ലോ. ഇന്ത്യയോട് വളരെ ചേർന്ന് നിൽക്കുന്ന പ്രവിശ്യയാണ് സിന്ധ് എന്ന് പറയുന്നത്. സിന്ധ് അബദ്ധവശാൽ മാത്രം പാക്കിലേക്ക് ചേർന്ന് പോയതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയാണ് ബെറ്റർ ഡെവലപ്ഡ് ആൻഡ് എക്യുപ്ഡ് ആയിട്ടുള്ളൊരു പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ പോകുന്നത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം മോദിയെ എതിരെ പറയുകയല്ല, ഇത് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ കെടുകാര്യസ്ഥതയാണെന്നുള്ള കാര്യത്തിൽ അവർക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. ആ ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതുള്ളത്. മാത്രമല്ല പഹൽഗാം അറ്റാക്കിന് ശേഷം പാകിസ്ഥാൻ ലോകത്തെ കാണിച്ചു കൊടുത്ത കുറച്ച് വിഷ്വൽസ് ഉണ്ട്. പാക് ജനത പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നതും പാകിസ്ഥാനാണ് യുദ്ധത്തിൽ വിജയിച്ചതെന്നൊക്കെ പറഞ്ഞൊരു ഇതില്ലാത്ത ചിത്രം ഒരു പോർട്രേ ചെയ്ത് ലോബിങ്ങിന്റെ ഭാഗമായി ലോകത്ത് മുഴുവൻ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഈ സിറ്റുവേഷന് മറുപടി എന്ന തരത്തിലാണ് ഇപ്പോൾ എന്താണ് കുറച്ച് ലോകത്ത് എന്താ പറയുക, നുണ ലോകം കറങ്ങി വരുമ്പം സത്യം ചെരുപ്പെടുത്തിയുള്ളൂ എന്ന് പറയും. പക്ഷേ അടിസ്ഥാനപരമായി ഇത്തരം വിഷയങ്ങളിലൊക്കെ സത്യമാണ് ജയിക്കുക. കാരണം ഈ സത്യത്തിന്റെ യഥാർത്ഥ മുഖങ്ങൾ ഇനി ഓരോന്നോരോന്നായി പുറത്തേക്ക് വരികയാണെന്നാണ് സത്യത്തിന്റെ കാര്യം. അത് പറയുമ്പോൾ തന്നെ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയെ കുറിച്ച് പറയേണ്ടതില്ല. അതായത് അവിടെ ഈ ആർമിയെ പേടിച്ചൊക്കെ അവർക്ക് പരസ്യമായിട്ട് ഇറങ്ങാൻ തന്നെ പേടിയാണ്, കുന്നുകളയും. അതുകൊണ്ട് ആലോചിച്ച് നോക്കുക, സാധാരണക്കാരാണ് അവിടെ ഇറങ്ങുന്നത്. സാധാരണക്കാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഒരു വലിയ ജനത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ, ഒരു ഭരണകൂടത്തിനെതിരെ അത് വിജയിക്കുക തന്നെ ചെയ്ത ചരിത്രമേ ഉള്ളൂ നമുക്ക്. കാരണം ഒരു ഭരണകൂടത്തിനും ഒരു കാലത്തും ഇവരെ പീഡിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്കൊക്കെ ഇപ്പം സ്വാതന്ത്ര്യം കിട്ടിയതും അതുപോലെ ബലൂച്ചികൾക്ക് ഇപ്പോൾ കിട്ടിയ എല്ലാം തന്നെ അതിന് ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ തലവേദന, അവർക്ക് കൃത്യമായി നേരത്തെ ഇവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. അവർ ഒരു വശത്ത് ഭീകരവാദത്തിന് പ്രോത്സാഹിപ്പിക്കുമ്പോൾ സാധാരണ ജനങ്ങൾ തെരുവിലിറങ്ങി അവർക്കെതിരെ പോരാടുമ്പോൾ എവിടെ എന്ത് മാനേജ് ചെയ്യണമെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. നമുക്കറിയാം, ഈ സിന്ധിലെ തന്നെ ആഭ്യന്തരമന്ത്രി, ആ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിൽ കയറി AC തറയിട്ടും വീട് കത്തിച്ചുമാണ് അവർ പ്രതിഷേധം വെച്ചത്. ഒരു ആലോചിച്ച് ഒരു ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിൽ കയറി വീട് കത്തിക്കുന്ന ഒരു അവസ്ഥ, കറുത്ത പുകയൊക്കെ ഉയരുന്ന ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയെങ്കിൽ അവിടുത്തെ സുരക്ഷാ സംവിധാനം എത്രയാണ്, അവിടുത്തെ ആളുകൾ എത്രത്തോളം വൈകാരികമാണ്, അവിടുത്തെ ഇപ്പൊ നേരത്തെ പറയും ഒരു മന്ത്രിക്ക് പോലും സുരക്ഷ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത്രത്തോളം ദയനീയമാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയാനിരിക്കുന്നത്. അതെല്ലാം തന്നെ ഒരു കണക്കിന് പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ ജനത ഇപ്പോൾ അവിടെയുള്ള സിന്ധിലെ ജനത അവർ അതിജീവനത്തിന് വേണ്ടി പോരാടുകയാണ്. നാളെ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടും എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് ഇതിനകത്ത്.